നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് പന്തീരങ്കാവ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ സംസാരിക്കുന്നെങ്കിലും നിങ്ങളുടെയും നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. സ്കിപ്പ് ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ പന്തീരങ്കാവിലേക്ക് വരാം. പന്തീരങ്കാവിൽ കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഒരു വീട്ടിൽ ഭാര്യയായി, അതായത് ഒരു വീട്ടിൽ പുതുപ്പെണ്ണായി കടന്നു വന്ന് ഒരാഴ്ചക്കുള്ളിൽ നല്ലോണം അടികിട്ടി, അതായത് വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊണ്ട് ചെന്നപ്പോൾ പോലീസ് കേസെടുക്കാതെ ഇപ്പോൾ ആ പോലീസുകാരൻ നിയമ നടപടിക്ക് വിധേയനായി നിൽക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു കാരണത്തിലേക്കാണ് കടക്കുന്നത്. ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് രണ്ടും മറ്റു വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന്, ആ പോലീസ് ഈ അടി കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പരാതി കൊണ്ട് ഒരു കുടുംബം, അതൊരു പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവർ നടപടി എടുക്കേണ്ടതാണ്, അത് എടുത്തിട്ടില്ല. അതിലെനിക്കും പ്രതിഷേധമുണ്ട്. കാര്യവും കാരണമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അത് നിയമ നടപടികൾ അവർ ചെയ്തില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. രണ്ടാമത്, അതിൻ്റെ മറ്റൊരു വെർഷൻ ന്യൂസ് 18 വന്ന ഒരു എതിർ വെർഷനുണ്ട്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് കുറച്ച് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതിനും സാധ്യതയുണ്ട്. ആ സാധ്യതകളും ഞാനിവിടെ പങ്കുവച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇതിനൊരു സൈക്കോളജിക്കൽ സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. മാതൃഭൂമി ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ ആ പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അർത്ഥസത്യങ്ങളാകാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും സത്യമൊന്നും ഞാൻ പറയില്ല. കാരണം അവൾ കള്ളം പറയുന്ന ഒന്നല്ല, അവൾ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പറയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എന്താണെന്നുള്ളത്. അത്തരം ചില അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് അവസരം കിട്ടുമ്പോൾ പറയാമെന്ന് ആ പെൺകുട്ടി പറഞ്ഞു വെച്ചത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നു. പെട്ടെന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ദമ്പതികൾ തമ്മിൽ പെട്ടെന്ന് കുടുംബ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അമ്മയും അമ്മായിയമ്മയും, രണ്ടുമാകാം. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ തങ്ങളുടെ ഭർത്താവ്, അതായത് അമ്മായിയപ്പൻ അല്ലെങ്കിൽ അപ്പൻ, അവർ പെൺമക്കൾ വളർന്നതിന് ശേഷം 2 കട്ടിലിലായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ 2 റൂമിലായിരിക്കും കിടക്കുക, അതല്ലെങ്കിൽ 2 സ്ഥലത്തായിരിക്കും, എവിടെയെങ്കിലും 2 സ്ഥലത്തായിരിക്കും, ഒരുമിച്ച് ഉറങ്ങില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സായി പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും രണ്ടായാലും അവർ ഒറ്റയ്ക്ക് ആകുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പെർഫെക്ഷനിസ്റ്റുകളായിട്ടുള്ള ഈ വയസ്സായ പ്രായമായ സ്ത്രീകൾക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന ഒരുതരം മാനസിക ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. OCD പോലെ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, വസ്വാസം എന്ന് പറയുന്ന നമ്മൾ അതിനൊക്കെ പോലെ ഒരു മാനസിക അവസ്ഥയാണത്. എനിക്ക് കിട്ടാത്ത സുഖം മറ്റൊരാൾക്ക് കിട്ടണ്ട എന്ന ഒരു തരം ഭാവം. ഇതെങ്ങനെ നമുക്ക് അനുഭവിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർ പോകാൻ നോക്കിയാൽ മതി. ടൂർ പോകുമ്പോൾ അമ്മയായാലും അമ്മായിയമ്മയായാലും അപ്പോൾ അവർക്ക് വയറുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞുകൊണ്ട് അത് മുടക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അവർ ഒരുമിച്ച് കിടക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ചിലപ്പോൾ ആ വീട്ടിൽ ഒരു പെങ്ങൾ കൂടി ഉണ്ടാവും, ഒരു നാത്തൂന് കൂടി ഉണ്ടാവും. ആ നാത്തൂനും ഭർത്താവിനെ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിൽക്കുന്നതാവും. അതിന് കാരണക്കാരനും ഈ മാതാവോ അല്ലെങ്കിൽ ഈ അമ്മായിയമ്മോ ഒക്കെ ആയിരിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. മിക്ക സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലരും ചിത്രങ്ങൾ വന്നിട്ടുണ്ടാകാം. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഈ പെൺകുട്ടിയും നേരിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടതിന് ശേഷം. രാഹുലിന് അച്ഛനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ പെൺകുട്ടി ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നതിന് ശേഷം അവളോട് ഒരു നിസ്സഹകരണ മനോഭാവം ആ വീട്ടുകാരെടുത്തത്, അതായത് ആ മാതാവ് എടുത്തത്. പിന്നെ മാതാവ് പറയുന്നതനുസരിച്ച് മാത്രമായിരിക്കും അവൾ അനുജത്തെയും മറ്റുള്ളവരും പെരുമാറുക. സ്വാഭാവികമായും രാഹുലിനോട് ആ മാതാവ് പലതും പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ സ്ത്രീധനമല്ല അവിടെ ഉദ്ദേശം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളായിരിക്കും. അതിനർത്ഥം അവരുടെ ജീവിതം കുളമാക്കണമെന്ന ആഗ്രഹത്തിലല്ല, അതങ്ങനെ ആയി പോണതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് OCD ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലർ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര കുളിച്ചാലും മതിയാവില്ല, വൃത്തിയായില്ല എന്നൊരു തോന്നൽ. ചിലർ പാത്രം എത്ര കഴുകി കഴിഞ്ഞാലും അത് പാത്രം കഴുകി ശരിയായിട്ടില്ല എന്നൊരു തോന്നൽ. അതുപോലെ പല സന്ദർഭങ്ങളിലും അത്തരം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ OCDയിലെ ഭാഗങ്ങളാണ്. ചികിത്സ വേണ്ടതാണ്, പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ അതുള്ളൂ എന്നതുകൊണ്ട് അവർ വൃത്തിൻ്റെ ആളാണ്, അത് എത്ര കഴിയാലും മതിയാവൂല എന്ന് കരുതി പോവാണ്. ഇവിടെ വേറെ പ്രശ്നമുള്ളത്, തൻ്റെ വീട്ടിൽ വരുന്ന മരുമകളും അതുപോലെ ആകണമെന്ന് നിർബന്ധമാണ്. മരുമകൾക്കറിയാം ആ പ്ലേറ്റ് കഴുകി വൃത്തിയായിരുന്നു, പക്ഷെ എന്നാലും ആ മരുമകൾ കഴുകി വെച്ചതും അവർ ഒന്നുകൂടി കഴുകിയാൽ മാത്രമേ ഉപയോഗിക്കൂ. എനിക്ക് നല്ല ഒരു ഓർമ്മയുണ്ട്. ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അവർക്ക്
വേറെ ചോറ് വെക്കണം, അവർക്കായി ഒരു കലമുണ്ട്, അവർക്കായി ഒരു പാത്രമുണ്ട്, അവർക്കായി അതായത് ഒരു അമ്മായിയമ്മയ്ക്ക് വേണ്ടി മാത്രം അവർ സ്വന്തമായി വെച്ചുണ്ടാക്കി സ്വന്തമായി കറിയുണ്ടാക്കി എന്നാലേ പറ്റുള്ളൂ. മക്കളുണ്ടാക്കുന്നതോ മരുമക്കളുണ്ടാക്കുന്നതോ കഴിക്കില്ല. അതാണ് OCDന്റെ അവസ്ഥ. അത്രയും ഗുരുതരമായ അവസ്ഥ പോലും ഉണ്ട്. അതേ അവസ്ഥ തന്നെ ഇവിടെ സെക്ഷൽ ഡിസ്ഫങ്ഷനിൽ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ രാഹുലിന്റെ അമ്മ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്, ഉറപ്പിച്ചു പറയുകയല്ല. അപ്പോൾ ആ ഒരു അവസ്ഥ കൊണ്ടായിരിക്കണം അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയോട് സഹകരിക്കാതിരുന്നതും അതുപോലെ മിണ്ടാതിരുന്നതും ഓക്കെ. പക്ഷെ അത് ഇവർക്കറിയില്ല. ഇവർ തന്നോട് എന്താ മിണ്ടാത്തത്, താൻ എന്താ സഹായിക്കേണ്ടത്, ആകെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു പരിവാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഹസ്ബൻഡ് അടുത്ത് നിന്ന് പരാതി പറയും. ഹസ്ബൻഡ് മാതാവിനോട് ചോദിക്കുമ്പോൾ മാതാവ് പറയുന്നത് മറ്റൊന്നായിരിക്കും, ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. ഈ പെൺകുട്ടിക്ക് എന്താകണം, എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥ ഉണ്ടാകും. മിക്കവാറും ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് ഉറങ്ങാനോ ഒരുമിച്ച് യാത്ര പോകാനോ ഒന്നും സമ്മതിക്കാറില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇത് തുടക്കത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുറെ കഴിയുമ്പോൾ ഏകദേശം 1 മാസം 2 മാസമൊക്കെ ആകുമ്പോൾ സമയത്ത് ഇത് മൂർച്ഛിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു 6 മാസത്തിനുള്ളിൽ കുടുംബകലഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാണ് പരിഹരിക്കേണ്ടത്. അത് മനസ്സിലാക്കി കൊടുക്കുക, ദമ്പതികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ആ മനസ്സിലാക്കലിൽ അവർക്ക് സുഖമായി ജീവിക്കാൻ പറ്റും. അവർ പറഞ്ഞോട്ടെ, സാരമില്ല, സുഖമില്ലാത്തതല്ലേ എന്നവർക്ക് ചിന്തിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെയും അതിന് സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മർദ്ദനത്തിന് കാരണം മറ്റൊന്നാകാം. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബന്ധങ്ങളാകാം, സൗഹൃദ ബന്ധങ്ങളാകാം, ഉണ്ടാവില്ല എന്ന് പറയാൻ ഒക്കില്ല, കാലം വേറെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അമ്മായിയമ്മയുടെ മറ്റാരുടെയെങ്കിലും കുത്തിത്തിരിപ്പാകാം, എന്തെങ്കിലും ആകാം. അത് ചെന്ന് പറയുമ്പോൾ രാഹുലിന് പറ്റാത്തതാകാം. അങ്ങനെ എന്തായാലും ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ തല്ലുമിടിയും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക കാരണങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ സ്ത്രീധനമോ അല്ലെങ്കിൽ ഈ കാറ് കിട്ടാത്തതോ സ്വർണമോ ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. അന്തരീക്ഷം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സാധ്യത തമ്മിൽ തെറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണെന്ന് ഉറപ്പിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു സാധ്യത ഉണ്ട്. അതിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി അത് ശരിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ അമ്മയോ അമ്മായിയമ്മയോ പറയുന്നത് കേട്ട് ഈ ദമ്പതികൾ പെരുമാറേണ്ടതില്ല. അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയില്ല എന്നുണ്ടെങ്കിൽ അത് പണിയാവും. അവരെ വയറുവേദനയ്ക്ക് കുറച്ച് മരുന്ന് നേരത്തെ തന്നെ വാങ്ങി വയ്ക്കുക, ആ ഗുളിയെടുത്ത് കൊടുക്കുക, വയറുവേദന വരികയാണെങ്കിൽ ഇത് കഴിച്ചോളൂ എന്ന് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ടൂർ പോകുക. അത് മാത്രമേ അവിടെ മാർഗമുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾ മാതാവായോ അമ്മായിയമ്മയോ വീട്ടിലുണ്ടെങ്കിൽ മകനോ മരുമകനോ അല്ലെങ്കിൽ മകളോ മരുമകളോ ഒക്കെ ഇത് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു സാധ്യതയും ഞാൻ കാണുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അഥവാ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റായിട്ട് എഴുതിയാൽ മതി. കമൻറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ അതിനെ മറ്റു വീഡിയോകളിൽ മറുപടി തരാം.